പത്തനാപുരം ഇക്കുറി ആര് ജയിക്കും? യാതൊരു സംശയം വേണ്ട, കെ പി ഗണേഷ് കുമാർ ജയിക്കും. 100% ഉറപ്പ്. അതിനകത്ത് മറ്റു മാറ്റങ്ങളൊന്നുമില്ല. വേറെ ആരും ഇല്ല ഇവിടെ എതിര്. അതാണ് അതിന്റെ വേറൊരു ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയ കെ പി ഗണേഷ് കുമാറല്ല. വേറെ ആരാ പത്തനാപുരം മണ്ഡലത്തിൽ ഇനി ജയിക്കാനുള്ളത്? വേറൊരു സ്ഥാനാർത്ഥിയില്ലല്ലോ. കെ പി ഗണേഷ് കുമാറിനോട് ഒപ്പം വരുന്ന ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ല പത്തനാപുരം മണ്ഡലത്തിൽ. അതാണ് അതിന്റെ വേറൊരു രസം. പിന്നെന്ത് വേണം? LDF അത് തന്നെയല്ല, കേരളം ആകെ LDF ജയിക്കുകയും ചെയ്യും. വീണ്ടും മൂന്നാമതും LDF ഭരണത്തിൽ വരും, അധികാരത്തിൽ വരും. യാതൊരു തർക്കവും വേണ്ട. പിണറായി വിജയൻ വീണ്ടും നയിക്കും കേരളത്തെ. 5 തവണയായി ഗണേഷ് കുമാർ ഈ മണ്ഡലത്തിൽ. 5 അല്ല, 50 തവണയായാലും കെ പി ഗണേഷ് കുമാറിന്റെ കാലം കഴിയണം വേറൊരാൾ ഇനി ഇവിടെ ജയിക്കണമെങ്കിൽ. സാധാരണപ്പെട്ട ജനങ്ങളുമായിട്ടെ അത്രയ്ക്കങ്ങ് ഇടപഴകി പുള്ളി. അതാണ് അതിന്റെ വേറെ രസം. അങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ കെ പി ഗണേഷ് കുമാറിനെ ജയിക്കും, വേറെ ആരും ഇല്ല ഇവിടെ. അതാണ് അതിന്റെ സത്യാവസ്ഥ. പിന്നെ വേറൊരു സ്ഥാനാർത്ഥി ഇല്ലല്ലോ. കെ പി ഗണേഷ് കുമാറിനെ നേരിടാനെ കൊണ്ട് വേറൊരു സ്ഥാനാർത്ഥി ഇല്ല. UDF ഇല്ല, BJP ഇല്ല, ആർക്കും ഇല്ല. പിന്നെന്തോ അതിൽ കൂടുതൽ എന്തോ വേണം? എന്താവശ്യത്തിനും ഏത് സമയത്തും പുള്ളിയെ വിളിച്ചു അവിടെ വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞാലും വിളിച്ചു പറഞ്ഞാലും ചെയ്യാവുന്ന കാര്യങ്ങൾ ഉടനടി ചെയ്തു തരും. അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. ആർക്കും ഏത് സമയം പോയി സമീപിക്കാവുന്ന ഒരു മന്ത്രിയാണ്. പിന്നെന്തുവാ ബാക്കി പുറമേ കാണുന്ന ഗോഷ്ഠികളൊന്നും ഗണേഷ് കുമാറിന്റെ ഇതിനകത്ത് ഏക്കത്തില്ല. അതൊക്കെ വെറുതെ ആൾക്കാരിങ്ങനെ അങ്ങ് പറഞ്ഞു പൊക്കൊണ്ട്. വ്യക്തി ജീവിതമൊന്നും അല്ലല്ലോ മറ്റേത്. രാഷ്ട്രീയം രാഷ്ട്രീയം തന്നെയാണ്. അതിന് കെ പി ഗണേഷ് കുമാർ 100% ഇവിടെ ജയിക്കുകയും ചെയ്യും. എതിർ സ്ഥാനാർത്ഥി ഇല്ലാന്ന് എതിർ സ്ഥാനാർത്ഥി ഒന്നും ഉണ്ട്. അതൊന്നും ഗണേഷ് കുമാറും ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നും അല്ലല്ലോ. എതിർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ഥാനാർത്ഥി നമ്മൾ രണ്ടുപേരും സാറിന്റെ കൂടെ കിടപിടയ്ക്കുന്ന ഞാനാണെങ്കിലേ സ്ഥാനാർത്ഥിയാവും. ഇത് ഗണേഷ് കുമാറിന്റെ കൂടെ കിടപിടിക്കല്ലോ. അതിൽ ഇത് മന്ത്രിയല്ലേ. അപ്പൊ ജ്യോതികുമാറിന് ഇക്കുറി ഒരു അവസരവും ഇല്ല. പത്തനാപുരത്ത് ആർക്കും ഒരവസരവും ഇല്ല. അത് ഉറപ്പാ. അനിശ്ചിത നേതാവ്. പിന്നെ അതിന് വേറെ തർക്കം വല്ലതും ഉണ്ടോ? ഇക്കുറി ഭൂരിപക്ഷം കൂടും. ഭൂരിപക്ഷം കൂടും. ഇപ്രാവശ്യം ഭൂരിപക്ഷവും കൂടും. ഒരു കുഴപ്പമില്ല. നല്ല ഇതായിട്ടല്ലേ പോകുന്നത്. പ്രവർത്തനം തന്നെ എന്ത് നല്ല സുഗമമായ പ്രവർത്തനമല്ലേ ആണ് പോകുന്നത്. പിന്നെ അതിനകത്ത് എന്തോ ഇനി മാറ്റം വരാനെന്തോ. എന്താണ് പേരെന്താ? ലിസ. ഇക്കുറി പത്തനാപുരത്ത് ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ഗണേഷ് കുമാറിന്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിന് വോട്ട് ചെയ്യുന്നത്? ഗണേഷ് കുമാറിന്റെ പാർട്ടി ആയതുകൊണ്ട്. 5 തവണയായിട്ട് ഗണേഷ് കുമാർ ജയിക്കുന്നത്. 6 തവണയും ഗണേഷ് കുമാർ ജയിക്കണമെന്നാ പറയുന്നത്. എന്താണ് ഗണേഷ് കുമാറിന്റെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവച്ച് തരുന്നത് കൊണ്ട് ഗണേഷ് കുമാർ ജയിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പിന്നെ ഞാന് പാർട്ടിയുടെ ഒരു സഖാവാണ്, DYFയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. അതുകൊണ്ട് ഗണേഷ് കുമാർ ജയിക്കണമെന്ന് എന്റെ ആഗ്രഹം. ജയിക്കണം. ഇല്ല, ഞങ്ങളുടെ മാമിനെ ജയിക്കത്തോളൂ. ചേട്ടന്റെ പേരെന്താണ്? കരീം. പത്തനാപുരംകാരൻ തന്നെ. ഈ മണ്ഡലം ഇക്കുറി വോട്ട് ആർക്കാണ്? ഗണേഷ് കുമാറിന്. എന്തുകൊണ്ട് ഗണേഷ് കുമാറിന് വോട്ട് ചെയ്യണം? ഉപകാരം ചെയ്തുകൊണ്ട് കൊടുക്കും. എന്താണ് സഹായം ചെയ്തിരിക്കുന്നത്? ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സഹായം. ഏത് സമയം MLA ഒപ്പം ഉണ്ടാവോ? എന്ത് സഹായത്തിന് MLA ഒപ്പം ഉണ്ടാവും? ഉണ്ട്. 5 തവണയായി ഗണേഷ് കുമാർ ജയിക്കുന്നത്. അപ്പൊ 6ാം തവണയും ജയിക്കണം എന്നാണ് പറയുന്നത്. ജയിക്കണം. അങ്ങനെയാണ് ഇക്കുറി ഭൂരിപക്ഷം കൂടുവോ? കൂടും. കുറവാ, ജയിക്കും. എന്താ ഭൂരിപക്ഷം കുറയുന്നു പറയാക്കത്തില്ല. ഭൂരിപക്ഷത്തിന്റെ കാര്യം എന്തായാലും വിജയത്തിൽ ഒരു സംശയം. ഒരു സംശയമില്ല. ഗണേഷ് കുമാർ ജയിക്കും. ഷാജി. ഇക്കുറി പത്തനാപുരത്ത് ആര് ജയിക്കും? ഗണേഷ് കുമാർ അല്ലാതെ ആര് ജയിക്കാനാണ്? എന്തുകൊണ്ട് ഗണേഷ് കുമാർ ജയിക്കും? ഗണേഷ് കുമാർ നല്ല പ്രവർത്തനമല്ലേ ഇവിടെ നടക്കുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിയുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റോഡായാലും പാലങ്ങളായാലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെ ജയിക്കത്തുള്ളൂ. ഉറപ്പാണ്. എല്ലാ സമയവും MLA ഒപ്പം ഉണ്ടോ? എല്ലാ സമയവും ഒപ്പം ഉണ്ട്. ഞങ്ങൾ എന്തൊരു കാര്യത്തിന് ഈ നാട്ടിലെ കാര്യങ്ങൾ പോയി പറഞ്ഞാലും പുള്ളി നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഷുവറാണ്. ജയിക്കുമെന്നുള്ളത് ജയിക്കണം. കാര്യങ്ങൾ നടക്കണമെങ്കിൽ പുള്ളി ജയിക്കണം. നല്ല ഒരു MLA ആണ്, മന്ത്രിയുമാണ്. ഇപ്പം തന്നെ നമുക്കറിഞ്ഞല്ലോ ട്രാൻസ്പോർട്ടിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങൾക്കും പുള്ളി മുൻപന്തി തന്നെ ഉണ്ട്. UDFന്റെ ജ്യോതികുമാർ ചാമക്കാല ഉണ്ടല്ലോ. ജ്യോതികുമാർ ചാമക്കാല ഉണ്ട്, നമ്മൾ കാണുന്നില്ലേ ഓരോരോ പ്രവർത്തനങ്ങൾ. പുള്ളി ജയിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചാനൽ ചർച്ച തന്നെ കണ്ടില്ലേ പുള്ളിയുടെ പ്രവർത്തനങ്ങൾ. നമുക്ക് അതൊക്കെ അല്ലേ കാണേണ്ടത്. നമ്മളിപ്പം
ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ നല്ല കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ പുള്ളി അവരോടെല്ലാം നിൽക്കത്തുള്ള ആൾക്കാർ. ഏത് സമയവും ഗണേഷ് കുമാർ ഒപ്പമുണ്ടോ? എപ്പോഴും ഒപ്പമുണ്ട്. ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളിപ്പോ ഒന്ന് രണ്ടല്ല ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടുന്ന് മുഖ്യമന്ത്രിയെ പോയി കാണാൻ പോയി കഴിഞ്ഞാലും കാണുന്നതിന് പ്രശ്നമില്ല, വീട്ടിൽ പോയി കാണുന്നതിന് പ്രശ്നമില്ല, കാര്യങ്ങളെല്ലാം നടത്തി തരുന്നുണ്ട്. പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഒരു കാര്യങ്ങൾ നമ്മുടെ അവിടെ തന്നെ അംഗനവാടി, ഞങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പോയി വന്ന് ഒരു വർഷത്തിനകം തന്നെ അംഗനവാടിയുടെ പ്രവർത്തനം നടത്തി. ചട്ടക്കുണത്ത് അംഗനവാടി കണ്ണങ്കോട് റോഡിൽ. പിന്നെ അതുപോലെ തന്നെ കണ്ണങ്കോട്ടത്തിൻ്റെ ഒരു കാര്യമായിട്ട് പോയി, അതിനും പുള്ളി കാര്യമായിട്ട് സഹായിച്ചു. ഏത് കാര്യത്തിനായാലും പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇക്കുറിയും ഗണേഷ് കുമാർ തന്നെ വരും? ഷുവറാണ്. കുറച്ച് വോട്ട് കുറഞ്ഞാലും കൂടിയാലും പുള്ളി തന്നെ വരത്തുള്ളൂ, അതിനൊരു സംശയമില്ല. എന്തുകൊണ്ടാ വോട്ട് കുറയുന്ന സംശയം? നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ മൊത്തത്തിൽ കേരളത്തിന്റെ ഒരു 10 വർഷം ഇടതുമുന്നണി സർക്കാർ ഭരണം നടത്തിയപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു എതിർപ്പുണ്ടാവുമല്ലോ. അതിപ്പോ സ്വാഭാവികമാണ്. അതിലെന്തെങ്കിലും ഒരു മാറ്റം വന്നാലും ചിലപ്പോൾ ഒരു ശാല വോട്ട് കുറഞ്ഞാലും ഷുവറായിട്ടും ഗണേഷ് കുമാറെ ജയിക്കത്തുള്ളൂ. ഗണേഷിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ കോക്കാടാണ് താമസിക്കുന്നത്. പിന്നെ ഉണക്ക് ഇവിടുന്നാണ് എന്നും ബസ് കയറുന്നത്. പിന്നെ ഗണേഷ് കുമാർ ജയിക്കട്ടെ. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് രാജീവ്. പത്തനാപുരത്ത് ആര് ജയിക്കും? പത്തനാപുരത്ത് ഗണേഷ് കുമാർ ജയിക്കും. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാർ ജയിക്കുന്ന ഉറപ്പ് പറയുന്നത്? വികസനങ്ങൾ ഇവിടെ കണ്ടില്ലേ? ഇന്നലെ എവിടെ ചെന്നാൽ റോഡുണ്ട്, സ്കൂളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്. ഈ പുള്ളിലെന്ത് വേണം? സൗകര്യങ്ങളെല്ലാം ഈ മണ്ഡലത്തിലുണ്ട്. അത് പുള്ളിയുടെ കഴിവുകൊണ്ടുണ്ടായല്ല. എന്നാലും 5 വർഷമായിട്ട് ഗണേഷ് കുമാർ തന്നെ ജയിക്കും? തീർച്ചയായിട്ടും ജയിക്കും. കാരണം നാടിന് വേണ്ടി എത്രയും ചെയ്തില്ലേ, പിന്നെ പുള്ളി ജയിക്കണ്ടേ. എന്റെ പേര് സെബാസ്റ്റ്യൻ. ഇക്കുറി പത്തനാപുരത്ത് ആര് ജയിക്കും? പത്തനാപുരത്ത് ഇതുവരെ ഇത് വികസനം വെച്ച് നോക്കുമ്പോൾ ഗണേഷ് കുമാർ സാറേ ജയിക്കാൻ സാധ്യതയുള്ളൂ. കാര്യം മുൻപമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. ബസ്സില്ലാത്ത സ്ഥലത്ത് ബസ്സുകളും ഒരു വല്ലാതെ റോഡിൽ കിടക്കുന്ന ഭാഗത്ത് ചക്കൂരിക്കല് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഒരു ബസ്സും കാര്യങ്ങളെല്ലാം വിട്ട് ജനങ്ങൾക്ക് ഒരുപാട് ഇത് നൽകിയ വ്യക്തിയാണ്. പിന്നെ എന്ത് കാര്യങ്ങൾ ചെന്നാലും നമ്മൾക്ക് വീട്ടിൽ ചെന്ന് രാവിലെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ച് നമ്മളെ നിരാശപ്പെടുത്താതെ കാര്യങ്ങൾ അല്ലെങ്കിൽ പേപ്പർ മേടിച്ച് വെച്ചിട്ട് അതിനൊരു സമാധാനമായിട്ട് നമ്മളെ വിടത്തുള്ളൂ. 5 തവണയായി ഗണേഷ് കുമാർ ജയിക്കുന്നത്. ഇത് 6ാമത്തെ തവണയാണ്. ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ടോ? മാറ്റം വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു ഇതായതുകൊണ്ട് സാറ് തന്നെ ജയിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. UDFന്റെ ജ്യോതികുമാർ ചാമക്കാല ഉണ്ടല്ലോ, സാധ്യതയല്ലേ? ജ്യോതികുമാർ പിന്നെ ചാമക്കാലയും അതും സാധ്യതയുണ്ട്. അതും നമ്മൾ തള്ളിക്കളയാൻ വയ്യാത്ത കേസാണ്. കുഴപ്പമില്ല. എല്ലാവരുടെയും അഭിപ്രായം, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഗണേഷ് കുമാറിന് വേണ്ടി തന്നെ നിലകൊള്ളുന്നു. പത്തനാപുരത്ത് ഗണേശൻ തീർച്ചയായിട്ടും ജയിക്കും. അതാണ് ഇവിടുത്തെ ട്രെൻഡെല്ലാം. പത്തനാപുരം ഗണേഷ് കുമാറിന് അനുകൂലമായിട്ട് അതേ ഉള്ളൂ. അല്ലാതെ വലിയ ഇപ്പം 5 ട്രിപ്പല്ലേ, ഇപ്പം 6ാമത്തെ 5. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര പുരോഗമനമായിരുന്നു. ഇവിടെ നമ്മുടെ തലച്ചറയെ സംബന്ധിച്ച് വെട്ടിക്കോല, ചക്കുവരിക്കൽ, കോക്കാട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ നല്ല പ്രവർത്തനമായിരുന്നു, നല്ല പുരോഗമനമായിരുന്നു. നല്ല റോഡും അതേപോലെ സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ നല്ല പുരോഗമനം. തലച്ചിറയ്ക്ക് നല്ല പുരോഗമനം. തലച്ചിറയല്ല, വെട്ടിക്കോല പഞ്ചായത്തിന് തന്നെ നല്ല പുരോഗമനം. ജനങ്ങളുടെ കൂടെയുണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യം പോയി അദ്ദേഹത്തോട് പറഞ്ഞാലുണ്ടല്ലോ, അത് ഒക്കത്തില്ല എന്ന് പറയുന്നില്ല. അത് ഒക്കുമെങ്കിലും ഒക്കില്ലെങ്കിൽ ഒക്കത്തില്ല, ഒരാളെ നിന്നിച്ചു വിടത്തില്ല. നമുക്ക് നോക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് അയാളിങ്ങനെ ചെയ്തിരിക്കും. അതാണ് ഗണേശന് ഒരു പ്രത്യേകത. ഗണേഷ് കുമാർ തന്നെ 100% ജയിക്കും. 100% ജയിക്കും. UDFന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ജ്യോതികുമാർ ചാമക്കാല. അദ്ദേഹത്തെ പറ്റി നമുക്ക് വലിയ അഭിപ്രായം ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞ പ്രാവശ്യവും പരാജയപ്പെട്ട മനുഷ്യനല്ലേ. ഈ പ്രാവശ്യം വലിയ എന്തോ പറഞ്ഞ് അദ്ദേഹം വോട്ട് ചോദിക്കും. അതാണ്. എൻ്റെ പേര് ബിജു. ഇവിടെ ഹോട്ടൽ നടത്തുകയാണോ? എത്ര വർഷമായി ഹോട്ടൽ നടത്തുന്നത്? ഇപ്പോൾ ഇവിടെ 4 വർഷമായി. നേരത്തെ അവർ 14 വർഷമായിട്ട് മേളിലുണ്ടായിരുന്നു. അന്നോട്ടെ ഗണേഷ് കുമാറിനെ അറിയാം, ബാലകൃഷ്ണ സാറിനെ അറിയാം. കേരള കോസ് ബീക്കാരനാണ്. വർഷങ്ങൾ കൊണ്ട് ബാലകൃഷ്ണ സാറിൻ്റെ മരണത്തിനും വൈഫിൻ്റെ മരണത്തിനും എല്ലാത്തിനും ഞങ്ങൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതാണ്. ഗണേഷ് കുമാർ സാറും അതുപോലെ തന്നെ ബാലകൃഷ്ണ സാറിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. ബാലകൃഷ്ണ സാർ നമുക്ക് ഏത് ആവശ്യത്തിനും എന്ത് കാര്യത്തിനും, ഗണേഷ് സാറിൻ്റെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനും പോയിട്ടില്ല. പോയാൽ അത് സാധിക്കും. പക്ഷേ പത്തനാപുരത്ത് 5 പ്രാവശ്യം ഗണേഷ് സാർ ജയിച്ചു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഒരുപാട് വ്യക്തിപരമായിട്ടും പൊതു സമുദായത്തിനും സമൂഹത്തിനും വേണ്ടിയും എല്ലാം നല്ല നല്ല വികസനം നടത്തി. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. അങ്ങനൊരു
ട്രെൻഡ് പൊതുവിൽ നടക്കുന്നുണ്ട്. എങ്കിലും ഗണേഷ് കുമാർ ജയിക്കുമെന്നാണ് വിശ്വാസം. നമ്മുടെ ഉറപ്പ് അങ്ങനെ. അപ്പം പത്തനാപുരത്തിന്റെ ജനവിധി ഇക്കുറിയും മാറില്ല. ഇക്കുറി മാറില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പൊതുവേ ഒരു ട്രെൻഡുണ്ട്. 5 വർഷമായില്ലേ, ബാലകൃഷ്ണ സാർ ഇന്നപ്പോഴും ഇതുപോലെ ഒരു പ്രാവശ്യം ഒട്ടറ ബാലകൃഷ്ണ സാർ തോൽപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഐഷാപ്പറ്റി കയറി തോൽപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ ഒരു പൊതുജനത്തിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ട്രെൻഡ് ഇങ്ങനെ സംസാരം വരുന്നുണ്ട്. എങ്കിലും വികസന പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ ഗണേശ് ജയിക്കും. അതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. ഇത് വെട്ടിക്കോലയാണ്. വെട്ടിക്കോല ബ്ലോക്ക് ഓഫീസിന് ഫ്രണ്ടിലാണ് ഈ സ്ഥലം. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളായിട്ടാണ് ഞങ്ങളെല്ലാം വിലയിരുത്തുന്നത്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു മുൻതൂക്കം ശ്രീ ഗണേഷ് കുമാറിനാണെന്ന് തോന്നുന്നു. കാര്യം അദ്ദേഹം നല്ല കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജനങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല പക്ഷെ ആള് നല്ലതായിരിക്കാം. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളും വെട്ടിക്കോലയിലേക്ക് വന്നിട്ടില്ല. വെട്ടിക്കോല പ്രദേശങ്ങളിൽ അദ്ദേഹം ഒരു നല്ല ഇടപെടൽ നടത്തുകയോ അങ്ങനൊന്നും ചെയ്തില്ല. പക്ഷെ പുള്ളിയെപ്പറ്റി ഇപ്പോൾ അറിയുന്നത് പുള്ളിയുടെ ഏരിയകളിലെല്ലാം, അദ്ദേഹത്തിൻ്റെ ഏരിയയിലെല്ലാം എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതാണ്. പക്ഷേ ഇവിടെ വെട്ടിക്കോലയിലെ ഒരു ജനസമ്പർക്ക പരിപാടിയോ അങ്ങനെയൊന്നുമായിട്ട് കോൺഗ്രസ് ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഉണ്ട്, ഇവിടെ ഇഷ്ടംപോലെ കോൺഗ്രസ്സുകാരുണ്ട്. പക്ഷെ അവരുടെ കഴിവുകളോ ആവാം പുള്ളിയെ ഈ രംഗത്തേക്ക് ഇവിടെ വെട്ടിക്കോലയിലേക്ക് വലുതായിട്ട് ഇറക്കിയിട്ടില്ല. അപ്പം ഇപ്പോൾ ഇലക്ഷന് വേണ്ടി മാത്രം പുള്ളിയെ ഒന്ന് കാണുന്നേ ഉള്ളൂ, അല്ലാതെ പുള്ളി ഇവിടെ വരാറില്ല. ജനങ്ങളോട്ടൊരു ജനസമ്പർക്കമില്ല. പക്ഷെ ആൾ നല്ലവനാണെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ നമുക്കത് പറ്റിയൊന്നും പറയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ ഗണേഷ് കുമാർ ആയിരിക്കും മുൻപന്തിയിൽ നിൽക്കുക എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. കാര്യം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കൊട്ടാര വെട്ടിക്കോലയെ പറ്റി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. വണ്ടിയാണെങ്കിലും വണ്ടി സൗകര്യങ്ങളും ഒക്കെ എല്ലാം നമ്മൾ എന്താവശ്യപ്പെട്ടാലും എത്രയും പെട്ടെന്ന് അത് ചെയ്തു തരുന്നൊരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പേഴ്സണൽ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് എന്ത് ആവശ്യപ്പെടുന്നത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അക്കാര്യത്തിൽ ശ്രീ ഗണേഷ് കുമാറാണ് മുൻപന്തിയിൽ. ജ്യോതികുമാർ ചാമക്കാല അവരുടെ UDF പോക്കറ്റുകളിൽ മാത്രമാണോ പ്രചാരണം നടത്തുന്നത്? ജ്യോതികുമാർ ചാമക്കാല നല്ലവനാണ്. ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് പേഴ്സണലി നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ആ നല്ല മനസ്സിനെ ഇവിടെ വെട്ടിക്കോലയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അവർ കൊണ്ടുവരാൻ കഴിയാത്തെന്ന് പറഞ്ഞാൽ അത് ഈ വെട്ടിക്കോലയിലെ കോൺഗ്രസിൻ്റെ പിടിപ്പുകാരാണ്. അവർ കൂടെ കമ്മിറ്റിയിൽ വിളിക്കുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക്, അതുപോലെ തന്നെ ഇവിടെ മരണങ്ങളോ അതുപോലെ കല്യാണമോ ഒക്കെ വരുമ്പോഴൊക്കെ അവിടെ അത് ഏത് പാർട്ടിക്കാരുടെ വീട് ആയാലും അവിടേക്ക് ഒന്ന് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആ കോൺഗ്രസിനുള്ളതാണ്. നല്ല കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് അവിടെ ഉള്ളത്. പക്ഷെ അവരാരും അത് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ പ്രയോജനം പ്രവർത്തിക്കാത്തതുകൊണ്ട് ആ പ്രയോജനം അവർ കിട്ടുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിനും കുറച്ച് വോട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ ഇവിടെ വെട്ടിക്കോലയിൽ അദ്ദേഹത്തിനെ പറ്റി വലിയ മതിപ്പൊന്നുമില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. കാരണം പുള്ളി ആരുമായിട്ടും ഇവിടെ വെട്ടിക്കോലയിൽ സമ്പർക്കമില്ല. ആ സമ്പർക്ക പരിപാടികളിലൊന്നും പുള്ളി ഇടപെടാറുമില്ല. ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ മാത്രം പുള്ളി വന്ന് സംസാരിച്ച് പോയി. പക്ഷെ ഇവിടെ കുറേ ഏരിയകളുണ്ട്, കോൺഗ്രസ്സുകാരുള്ള ഏരിയ ഉണ്ട്. ഈ കോൺഗ്രസ്സുകാരെന്താ ചിന്തിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ആ മഹത്വം ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് സത്യം. അപ്പൊ ഇക്കുറിയും പത്തനാപുരം ജനവിധി മാറ്റമില്ല എന്നാണ്? അതെ, തീർച്ചയായിട്ടും ജനവിധി മാറ്റം ഉണ്ടാവില്ല. ചിലപ്പോ ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസം നമുക്ക് കാര്യം ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് ഈ ജ്യോതി ചാമക്കാല അദ്ദേഹത്തിന്റെ ഏരിയയിലേക്കെല്ലാം ജനഹൃദയങ്ങളിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വോട്ടുകൾ പിടിച്ചു മാറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ ചില മറ്റ് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ടും ചിലപ്പോൾ കുറച്ച് വോട്ട് കുറഞ്ഞേക്കാം, ഭൂരിപക്ഷം കുറഞ്ഞേക്കാം. എങ്കിലും ശ്രീ ഗണേഷ് ആയിരിക്കണം പുരിയും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഇക്കുറി LDF ഭരണം വരുമോ? മൂന്നാമതും LDF ഭരണം വരുമോ എന്ന് ചോദിച്ചാൽ LDF ഭരണം വരണം. കാരണം ഈ UDFന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ UDF തമ്മിലങ്ങ് ആളുടെ മനസ്സിൽ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു UDF വരണമെന്നും നല്ലൊരു നേതൃത്വം വരണമെന്നും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ചില ഈ UDFന്റെ നേതാക്കൾക്കിടയിലുള്ള ആ ഒരു തമ്മിലടി അതിപ്പോഴും ജനഹൃദയത്തിൽ ഒരു ബുദ്ധിമുട്ടായിട്ട്. കാര്യം അവർ ഭൂരിപക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും ഇവിടുത്തെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇനിയൊരു അടി, ഇതെല്ലാം ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അത് ആരും ആഗ്രഹിക്കുന്നില്ല. കാര്യം ഒരു നേതാവിനെ ചൂണ്ടിക്കാട്ടി ഇവർ ഇറങ്ങണമായിരുന്നു. അതിനുള്ള സാഹചര്യമില്ല. ഇവർ ഓരോരുത്തരും ഗ്രൂപ്പ് കളിച്ച് ജനഹൃദയങ്ങളിൽ നിന്നും അകലാനുള്ള സാധ്യത കൂടുതൽ. ഇപ്പൊ തന്നെ ഈ ഇവർ സമ്മേളനം ഈ വാഗ്വാദങ്ങളല്ലാതെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ അല്ലെ എന്താണോ ജനങ്ങൾക്ക് വേണ്ടതെന്നോ അല്ലാതെ അതിനെപ്പറ്റി അല്ലാതെ ചുമ്മാതെ പിന്നെ എന്താണ് ഒരിടത്ത് മറ്റേ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റു UDF മറ്റവരെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ
തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ ഡീല് ഡീൽ ഞാനതാ ഉദ്ദേശിച്ചത്. ഡീൽ എപ്പോൾ നോക്കിയാലും ഡീലിന്റെ കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അതുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് അത് വരാൻ സാധ്യത കുറവാണ്. ഇപ്പോഴും LDF-നെ പറ്റി അവര് പറയുന്നുണ്ട് അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ. ഇവിടെ തന്നെ ഗണേഷ് കുമാറിന്റെ ആ പത്രിക ഒക്കെ ഒന്ന് കാണണം, പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ. അതുപോലെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ആ രീതിയിലേക്ക് UDF-ന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും തമ്മിലടിയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല വേണമെന്ന് പറയുന്നു, അങ്ങനെ വേണം അങ്ങനെ തമ്മിലടി. തുടക്കത്തിലെ അവിടുത്തെ അവരുടെ മുൻ പ്രസിഡന്റ് തന്നെ പ്രശ്നം ഉണ്ടാക്കി. അതെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് അതൊരു ബാഡ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കുറിയും LDF വരാനാണ് സാധ്യത. LDF എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുള്ള ഒരുപാട് വൃത്തികേടുകൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറ്റി അവർ നല്ല രീതിയിൽ ഭരിക്കുമെന്നാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലൊരു ധാരണ. കാര്യം മറ്റവരെ കൊണ്ടുവന്നിട്ട് ഈ തമ്മിലടി കാണാൻ ജനത്തിന് വയ്യ. അതാണ് സത്യം. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ശ്രീജാകുമാരി. ഈ മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യത ഗണേഷ് കുമാർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത്രയ്ക്കും നല്ലതായിരുന്നു. അദ്ദേഹം നടത്തിയ വികസനങ്ങൾ വെട്ടിക്കോല തന്നെ ഒരുപാട് സ്കൂളിൽ തന്നെ ഒരുപാട് നല്ല നല്ല കെട്ടിടങ്ങളായാലും എല്ലാം കുഞ്ഞുങ്ങൾക്കായാലും നല്ല കാര്യങ്ങളും എല്ലാം ഇപ്പം നല്ല അങ്കൻവാടി ഇപ്പം പിന്നെ അതിൻ്റെ പണി ഇപ്പം ഉടനെ തന്നെ തുടങ്ങാൻ പോകുന്നു. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ ഇത്രയേറെ ആളുകൾ മനസ്സിലാക്കാൻ കാരണം? അദ്ദേഹം എല്ലാവരോടും സ്നേഹവും നല്ല സ്നേഹത്തോടെ അദ്ദേഹം എല്ലാം പെരുമാറുന്നത്. എല്ലാവരോടും അമ്മയെന്നില്ല കുഞ്ഞുങ്ങളെന്നില്ല എല്ലാവരോടും സമഭാവനയോടെ തന്നെ അദ്ദേഹം എല്ലാവരോടും നല്ലതുപോലെയാണ് പെരുമാറുന്നതും. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇക്കുറിയും ജനവിധി മാറ്റമില്ല? ഇല്ല, മാറ്റമില്ല. UDF സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ജ്യോതികുമാർ ചാമക്കാല. അദ്ദേഹത്തെ പറ്റി എനിക്കിപ്പം പറയാൻ പറ്റത്തില്ല. കാരണം UDF-ന്റെ വർക്കൊന്നും ഇവിടെ ഒന്നും വന്നിട്ടില്ലേ? ഈ ഭാഗത്തൊന്നും UDF വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഗണേഷ് കുമാർ തന്നെ ആയിരിക്കും ജയിക്കുന്നത്. എത്ര വർഷമായി ഇവിടെ ഷോപ്പ് ഇട്ടിട്ട്? 10-22 വർഷം. അപ്പൊ പത്തനാപുരത്തിനെ നല്ലപോലെ അറിയും. ഗണേശനെ പറ്റി എന്നോട് അറിയും. ഇക്കുറി എല്ലാത്തിനും മുമ്പ് നിൽക്കുന്ന ആളാണ്. ഇക്കുറി പത്തനാപുരത്ത് ആര് ജയിക്കും? അതാണ് ഗണേശൻ ജയിക്കും, അത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്നത്? ഏത് കാര്യം പറഞ്ഞാൽ നടത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഏത് സമയത്തും ജനങ്ങളോട് സഹകരിക്കാൻ പറ്റിയ ഒരാളാണ്. ജനങ്ങളുമായിട്ട് അങ്ങനെ കാര്യം. ഗണേഷ് കുമാറിന്റെ വീടിന്റെ വാതിലുകൾ എല്ലാ സമയവും തുറന്നിട്ടും ജനങ്ങൾക്ക് വേണ്ടി. അതെ അതെ, അതാണ് നമുക്ക് ചെന്ന് എന്തും പറയാം, അവകാശം ചോദിക്കാനുള്ളതുണ്ട്. അതാണോ ഗണേഷ് കുമാറിനെ ഇഷ്ടപ്പെടാൻ കാരണം? 5 തവണയായി ഗണേഷ് മത്സരിക്കുന്നത്, ഇപ്പൊ 6ാമത്തെ തവണയാണ്. അപ്പൊ ഇക്കുറിയും വിജയം ഉറപ്പാണ്. അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ജ്യോതികുമാർ ചാമക്കാലുണ്ട് UDF-ന്റെ സ്ഥാനാർത്ഥി. അത് നമ്മളായിട്ട് വലിയ ഇതില്ല. നമുക്ക് ഇവിടെ എല്ലാത്തിനും സഹകരിക്കുന്ന ഒരാളാണ് ഗണേശ്. ഏത് കാര്യത്തിനും നമ്മുടെ പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ എന്തായാലും സമയം കിട്ടുമ്പോൾ തിരക്കുന്ന ഒരാളാണ്. അപ്പോൾ ഉടനെ അല്ലെങ്കിൽ എല്ലാം ചെയ്യും, വികസനങ്ങളോടെ ചെയ്യും. UDF-ഉം ചാമക്കാലയും ഒന്നും ഇവിടെ വന്നതേ ഇല്ല. അല്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇത് ഒരു പ്രാവശ്യം ഉണ്ടായാലും പോയി. ഗണേശ് അങ്ങനെയല്ല, ജനങ്ങളുമായിട്ട് സഹകരിക്കുന്ന ഒരാളാണ്. അതെയാണ് നിൽക്കുന്ന ആൾ. അങ്ങനെ R. ബാലകൃഷ്ണപിള്ളയുടെ പാരമ്പര്യം അതേമാതിരി ഗണേഷ് കുമാറിനുണ്ട്. അതെ, അപ്പൊ ഇക്കുറിയും ജനവിധി മാറ്റമില്ല. മാറ്റമില്ല. ഇവിടെ ഗണേശൻ ചെയ്യും, അത് ഉറപ്പാണ്. ഇക്കുറി LDF വരുമോ UDF വരുമോ? പറയാറായി അതിനെ പറ്റിയുള്ള ആര് വരണം? LDF തന്നെ വരണം. ജനങ്ങൾക്ക് ഗുണപ്രദ LDF ആണ്, UDF അല്ല. പക്ഷെ UDF പ്രകടന പത്രികയൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പത്തനാപുരത്ത് ആരാണ് ഇക്കുറി ജയിക്കുക? ഗണേഷ് സാറ്. എന്തുകൊണ്ടാണ് ഗണേഷ് ജയിക്കുന്ന പറയുന്നത്? അങ്ങേരുടെ മാവത്തിൽ നല്ല പ്രവൃത്തിയായിരുന്നു. നല്ല രീതിയിൽ അയാൾ എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. ആ നല്ല മനുഷ്യനായതുകൊണ്ട് അങ്ങേര് ജയിക്കും. അങ്ങേര് ജയിക്കണം, അങ്ങേര് ജയിപ്പിക്കും തീർച്ചയായിട്ടും. 6ാം തവണയാണ് മത്സരിക്കുന്നത്. അങ്ങേര് ജയിക്കും. എനിക്ക് വീടൊന്നുമില്ല, അങ്ങേര് വീട് വെച്ച് തരണം. അങ്ങേര് ജയിക്കണം, ജയിക്കും. എൻ്റെ പേര് സുനീഷ്. പത്തനാപുരത്ത് ഇക്കുറി ആരാണ് ജയിക്കുക? ഗണേഷ് കുമാർ. എന്തുകൊണ്ട്? നല്ല വികസനം നടത്തുന്ന വ്യക്തിയല്ലേ, നല്ലൊരു നേതാവല്ലേ, നല്ലൊരു മന്ത്രിയാണ്. ഗണേഷ് കുമാറിന്റെ അടുത്ത് പോകാറുണ്ടോ? ഇല്ല, പോകാറൊന്നുമില്ല. കൃഷി ചെയ്യും. എന്തെങ്കിലും സഹായമായി ചെന്നാൽ? അല്ല, നമ്മൾ അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. ആവശ്യം വരുമ്പോൾ നമ്മൾ പോകും. നല്ലൊരു മനുഷ്യനാണ്. കക്ഷി ജയിക്കത്തുള്ളൂ, നല്ല പോലീസ് ജയിക്കും.
5ാം തവണയാണ് ഇക്കുറി 6ാം തവണയാണ്. 6ാം തവണയാണ് ജയിക്കും. ഇക്കുറി ഒരു മാറ്റമല്ല, ഈസി ആയിട്ട് ജയിക്കും. പിന്നെ UDF ജ്യോതികുമാർ ചാമക്കാല. ഓ അത് ഇതല്ലേ, അല്ല ഇത് ഗണേഷ് കുമാറെ ജയിക്കുന്നുള്ളൂ. അങ്ങനെയാണ്, ഉറപ്പാണ്. എന്താ ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് സതീഷ് കുമാർ. പത്തനാപുരത്ത് ഇക്കുറി ആര് ജയിക്കും? പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ ജയിക്കും. എന്തുകൊണ്ട്? അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മൾ ഈ വെട്ടിക്കലിൽ തന്നെ വെട്ടിക്കല സ്കൂളെ ഈ റോഡുകൾ, കാരണം ഈ പോകുന്ന റോഡുകളടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പത്തനാപുരം മണ്ഡലത്തിൽ വീണ്ടും KB ഗണേഷ് കുമാർ ജയിക്കും. 5ാം തവണയാണ് ജയിക്കുന്നത്. തീർച്ചയായിട്ടും ജയിക്കും, ഉറപ്പായിട്ടും. 6ാം തവണ ഗണേഷ് കുമാർ തന്നെ, ഉറപ്പ്, മാറ്റമില്ല. പത്തനാപുരത്ത് ആര് ജയിക്കും? ഉറപ്പായിട്ടും KB ഗണേഷ് കുമാർ പത്തനാപുരം മണ്ഡലത്തിൽ ജയിക്കും. അത് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ, ഒരു 15,000 വോട്ട് കൂടി കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ കൂടുതൽ പിടിക്കാനുള്ള ഒരു സാഹചര്യം പത്തനാപുരം മണ്ഡലത്തിലുണ്ട്. അതിന് തക്കവണ്ണമുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് പത്തനാപുരം മണ്ഡലത്തിൽ വ്യാപകമായി ഗണേഷ് കുമാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഗണേഷ് കുമാർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ ട്രെൻഡ്. അങ്ങനെയാണ്. NSSുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഗണേഷ് കുമാറിന് തിരിച്ചടിയാവുമോ? അങ്ങനെ ഒരു വിഷയം യഥാർത്ഥത്തിൽ നിലവിലില്ല. അത് ചില ആ കമ്മിറ്റികളിലുള്ള ചില വാക്കുതർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതെന്തായാലും തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കത്തില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. NSSന്റെ വോട്ടിൽ ഒരു ഡിവൈഡ് ഉണ്ടാവുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അത് ശരിക്കും പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമല്ല. അതിൽ UDFന്റെ അനുഭാവികളായിട്ടുള്ള ആളുകൾ എക്കാലത്തും UDFന് ചെയ്യുന്നവർ മാത്രമേ ചെയ്യത്തുള്ളൂ. NSSന്റെ വോട്ട് ഗണേഷ് കുമാറിന് കിട്ടേണ്ട വോട്ടുകളിൽ ഒരു വിള്ളൽ ഉണ്ടാവത്തില്ല എന്നാണ് യാഥാർത്ഥ്യം. അതാണ്. ഗണേഷിന്റെ കുടുംബ പ്രശ്നമൊക്കെ വെളിയിൽ വന്നൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയം നാട്ടിൽ നടന്ന വികസന പ്രവർത്തനങ്ങളാണ്. ആരാണ് ഈ വികസനം എല്ലാം കൊണ്ടുവരുന്നത്, ആരാണ് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമല്ല, ഗണേഷ് കുമാർ MLA ആയിട്ടും മന്ത്രിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ പല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന അപേക്ഷകൾ കൊടുത്ത ആളുകൾക്കൊക്കെ വലിയ സഹായം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വോട്ടായി പ്രതിഫലിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അങ്ങനെയാണ്. ഇക്കുറി 6ാം തവണയും ഗണേഷ് കുമാർ തന്നെ വരും. തീർച്ചയായും ജയിക്കും. അത് വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. UDFന്റെ സ്ഥാനാർത്ഥി ജ്യോതികുമാർ 5 വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ താമസിച്ച് പ്രവർത്തനം നടത്തുകയാണ്. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ഇവിടുത്തെ ജനകീയ വിഷയങ്ങളൊന്നും അദ്ദേഹത്തെ അങ്ങനെ മുൻപന്തിയിൽ കണ്ടിട്ടില്ല. ഒരു സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടില്ല. കേവലം ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ വന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ജനകീയ വിഷയങ്ങളൊന്നും ഏറ്റെടുത്ത ഒരു സ്വഭാവം ഇല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും വോട്ടായി മാറത്തില്ല. ഗണേഷ് കുമാർ ജയിച്ചിട്ട് LDF വരാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമോ? ഒരിക്കലുമില്ല. കേരളത്തിൽ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു രാഷ്ട്രീയമായ സാഹചര്യമാണ് ഉള്ളത്. അതെന്തായാലും വീണ്ടും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്. ഡീലും ശബരിമല അടക്കം UDF സകല ആയുധങ്ങൾ എടുത്ത് പയറ്റുന്നുണ്ടല്ലോ. അതെല്ലാം ഈ ഡീലിന്റെ കാര്യമൊക്കെ ഇപ്പൊ 2 ദിവസങ്ങൾക്കകം ചർച്ച ചെയ്ത് പോയി. ഡീലിലൊന്നും ഒരു കാര്യമില്ല. അത് BJPയും UDFും തമ്മിലുള്ളൊരു രഹസ്യ ബന്ധമാണെന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാം. ശബരിമല വിഷയവും യഥാർത്ഥത്തിൽ ശബരിമലയിലെ ഈ കൊള്ളയും കാര്യങ്ങളും ഒക്കെ നടത്തിയത് കോൺഗ്രസുമായി ബന്ധമുള്ള ആളുകളാണെന്നും അവരെ അവസാനം ചെന്ന് നിന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണെന്നും ഒക്കെ പരസ്യമായി ജനങ്ങൾക്കറിയാം. അതിനൊന്നും നല്ലൊരു വ്യക്തമായ മറുപടിയും കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ വിഷയങ്ങളൊന്നും തെരഞ്ഞെടുപ്പിൽ LDFന് പ്രതികൂലമായി വരത്തില്ല. എന്തായാലും കേരളത്തിൽ LDFന് അനുകൂലമായ ഒരു ട്രെൻഡാണ്. ഞങ്ങളൊക്കെ ദിവസവും തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വീട് കയറുകയും ആളുകളെ കാണുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ആർക്കുമില്ല. തികച്ചും അനുകൂലമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ. NDAക്കായി 2020 കൂടെ ഉണ്ടല്ലോ ഇവിടെ. 2020 യഥാർത്ഥത്തിൽ മത്സരത്തിൽ പൊതുവെ പ്രവർത്തന രംഗത്തൊന്നും വന്നിട്ടില്ല. അവർ സജീവമല്ല. അതിന് പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. അവരുടേതായ ഒരു സംഘടനാ രീതി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗണേഷ് കുമാറിന്റെ ജയം ഉറപ്പാണ്. 100% ഉറപ്പാണ്. പേരെന്താണ്? എൻ്റെ പേര് ഗിരീഷ് കുമാർ. ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. നേരത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നമ്മുടെ വെട്ടിക്കോല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ PTA പ്രസിഡന്റാണ്. ഈ 5 വർഷക്കാലത്തെ നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും കൂടുതലും ഒരു നല്ല കാലത്തിലൂടെയാണ് ഗവൺമെന്റ് സ്കൂൾ കടന്നു പോകുന്നത്. ഇപ്പൊ നമുക്ക് 8 കോടി രൂപയാണ് നമ്മുടെ സ്കൂളിന്റെ മുതൽ മുടക്കി ആധുനിക രീതിയിലുള്ള കെട്ടിട സമുച്ചയങ്ങളും അനുബന്ധമായിട്ടുള്ള
അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള രീതിയിലാണ് നമ്മുടെ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളുകളിൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നമ്മുടെ വെട്ടിക്കവല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂള്. ഇതിൽ MLA ഫണ്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടും അല്ലാതെ ഒരു കാരണവശാലും നിലവില് MP-യുടെയോ മറ്റു മേഖലയിൽ നിൽക്കുന്ന ഒരാളുടെയും ഒരു ഫണ്ട് പോലും നമ്മുടെ സ്കൂളിൽ ചെലവഴിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം. അപ്പം ഗണേഷ് കുമാർ വെട്ടിക്കവല ജംഗ്ഷനിൽ നിന്ന് പ്രസംഗിക്കുന്ന പലരോടും നമുക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അവർ ചോദിക്കുക എന്താണ് ഇവിടെ വികസനം എന്ന് ചോദിക്കും. പക്ഷേ വികസന പ്രവർത്തനം നടന്നിട്ടുള്ളത് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ വെട്ടിക്കവല മേഖലയിലും വിവിധ റോഡുകളായാലും അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്ന 3 റോഡ് തിരിയുന്നതിന്റെയും ഫണ്ട് മുഴുവൻ ഫണ്ടും MLA ഫണ്ടാണ്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റോഡ് പിന്നെ സ്കൂളിന്റെ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. റോഡ് നിർമ്മാണങ്ങൾ മുഴുവൻ റോഡുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ നിലവിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം 2 കോടി രൂപ മുടക്കിയാണ് ഇപ്പോൾ ആ കെട്ടിടം പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതെടുത്താലും നിർമ്മാണ പ്രവർത്തനങ്ങളിലായാലും റോഡിന്റെ വികസനമായാലും മറ്റ് എല്ലാ പ്രവർത്തന മേഖലയിലും അടക്കം ഗണേഷ് കുമാറിന്റെ കയ്യൊപ്പില്ലാത്തതും ഫണ്ടിന് ബാധിക്കുന്നതുമായ ഒരു വർക്കുകളും ഇല്ല എന്നുള്ളത്. പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഗണേഷ് കുമാറിന് മാത്രമേ നമുക്ക് ഇവിടെ ആത്മാഭിമാനമുള്ള ഒരാൾക്ക് പോലും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുന്നെങ്കിൽ അദ്ദേഹത്തിന് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ. വേറെ ഒരാൾക്കും കഴിയുകയില്ല. പിന്നെ കാലാകാലങ്ങളാൽ നമ്മുടെ ഈ വിടുന്ന ബൂത്തുകൾ എന്ന് പറയുന്ന ഇപ്പൊ വന്നിരിക്കുന്ന 173, 174, 175 ഇതെല്ലാം ഗണേഷ് കുമാർ വലിയ നിലയിൽ ഭൂരിപക്ഷം നേടുന്ന ബൂത്തുകളാണ്. വെട്ടിക്കൽ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ലീഡ് ചെയ്യുന്ന ബൂത്തുകളിൽ ഒന്നായി ഇത് മാറുകയും ചെയ്യും. ഒരു സംശയവുമില്ല. വലിയ ഭൂരിപക്ഷത്തിൽ ഏകദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തേക്കാളും ഒരു 15,000 വോട്ട് കൂടി അധികം സമാഹരിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.